ശ്രീ മഞ്ജുഷ്, ഇത് നിശ്ചയമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിലപേശൽ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടാകേണ്ടതില്ല. കാരണം ഇതിനെ ഒരു മതരാജ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ചില ആവശ്യങ്ങളാണ് പലപ്പോഴായിട്ട് സമസ്തയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുകയും മറ്റൊരു ഭാഗത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് തീരെ റാഷണൽ അല്ല എന്നുള്ളതാണ് എനിക്ക് സമസ്തയോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേ? അല്ല, നിങ്ങളുടെ മണ്ടത്തരം മനസ്സിലായതുകൊണ്ടാ. മനസ്സിലായി, ഒക്കെ ഒരു കയ്യാ. ഉദാഹരണത്തിന് ഈദുൽ ഫിത്തർ, ഈദുൽ അസ, ഈ രണ്ട് കാര്യങ്ങൾക്ക് ഈദിന് വേണ്ടിയിട്ട് 3 ദിവസത്തെ അവധി അത് വേണമെന്ന് ഇവർ പറയുന്നു. ആർക്കും അവധി ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ആവശ്യമാണ് എന്ന് പറയുന്നത് ആ ആവശ്യത്തിന്റെ മഹത്വത്തിനെ വർദ്ധിപ്പിക്കുന്നൊന്നുമില്ല. ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് വിശ്വാസങ്ങളിൽ മാറ്റം വരണം. ഇതിനുള്ള ഒരേ ഒരു അർത്ഥം പതിറ്റാണ്ടുകളായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടും അത് പോസിറ്റീവായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ അത് പരിഗണിക്കപ്പെടേണ്ടതായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പതിറ്റാണ്ടുകളുടെ കാലയളവിനുള്ളിൽ അത് പരിഗണിക്കപ്പെടുമായിരുന്നു. ലോജിക്ക് എന്താണ്? ഇപ്പൊ ശ്രീ മുസ്തഫ മുണ്ടുപാറ ഇവിടെ പറഞ്ഞത് എന്താണ്? ദൂരദേശങ്ങളിലുള്ള ആൾക്കാർക്ക് പെരുന്നാളിന് വന്ന് തിരിച്ചു പോകാനുള്ള സമയം അത് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അത് എന്ത് തരത്തിലുള്ള വാദമാണ്? അത് എന്ത് തരത്തിലുള്ള ന്യായമാണ്? അപ്പൊ ക്രിസ്മസിന് സർക്കാർ ജീവനക്കാർക്ക് എത്ര ദിവസത്തെ അവധിയാ കിട്ടുക? 1 ദിവസത്തെയാണ്. അപ്പൊ അവിടെയും ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് പോകേണ്ടതില്ലേ? തനിക്ക് അങ്ങനെ തന്നെ വേണ്ട. നിങ്ങളുടെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. വിഷുവിന് എത്ര ദിവസമുണ്ട് കലണ്ടർ ഹോളിഡേ? ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. വിഷു നമുക്കറിയാമല്ലോ, കുടുംബം ഒന്നിച്ചു ചേർന്ന് അവരെ കണി കണ്ട് പിന്നെ ഈ കൈനീട്ടമൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഒരു ആഘോഷമാണ്. അപ്പൊ അതിനും അങ്ങനെയാണെങ്കിൽ 3 ദിവസം വേണം. അത് അയാളോട് ചോദിക്കണം. അതിന്റെ യാതൊരു ആവശ്യമില്ല. 3 ദിവസം എന്ന് ഒരു 3 എന്നുള്ള ഒരു നമ്പർ വരുന്നത് ഇതൊക്കെ ആർബിട്രറി ആയിട്ടുള്ള കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലുള്ള ഒരു ലോജിക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ഒക്കെ തന്നെ നമ്മൾ എല്ലാവരും ഒത്തുകൂടേണ്ടതാണ്, നമ്മൾ ആഘോഷിക്കേണ്ടതാണ്, നമ്മുടെ രാഷ്ട്രത്തിന്റെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം 3 ദിവസം വേണ്ടേ? ഇതാണ് ഈ അഹങ്കാരം കൊണ്ടാണ് മലയാളികൾ നന്നാവാത്തത്. ഇപ്പോൾ മതാടിസ്ഥാനത്തിൽ ആൾക്കാർ ഇത് ആവശ്യപ്പെട്ടാലോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസിന് ആൾക്കാർക്ക് ചോദിക്കാം, അതേപോലെ പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ശോഭായാത്രയുണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്, അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം വേണം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഞാൻ പറയുന്നത് ഒരു ഭാഗത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സമസ്ത എടുത്തിരിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്നത് ഒരു വർഗീയ സംഘടനയാണ് എന്നതുമായി ബന്ധപ്പെട്ട്, മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു തർക്കവുമില്ല. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസത്തിനും പരീക്ഷയ്ക്കും സമയം ജുമാ നിസ്കാരത്തിന് തടസ്സമാകാതെ ക്രമീകരിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് അവിടുത്തെ വിദ്യാഭ്യാസം നടത്തുക, പരീക്ഷകൾ നടത്തുക എന്നുള്ളതാണ്. അതിനെ ഒരു പ്രത്യേക മതത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട് നടത്തുക എന്ന രീതിയിലേക്ക് ക്രമീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിൽ വരേണ്ടുന്ന കാര്യങ്ങളാണ്. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. നമുക്കറിയാം, പൊതുവിദ്യാലയത്തിന്റെ സമയക്രമം മാറ്റുക എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. കാരണം മദ്രസയുടെ സമയത്തിലേക്ക് ഓവർലാപ്പ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി രാവിലെ വരുന്ന ഓവർലാപ്പ് ചെയ്യുന്ന 15 മിനിറ്റിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഖാദർ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിനെ എതിർത്തുകൊണ്ട് സമസ്ത അഭിപ്രായം പറയുന്നുണ്ട്. എനിക്ക് ചെയ്യേണ്ടി വന്നു മുസ്തഫ, അതില് തെറ്റുണ്ട? അതിലൊരു തെറ്റുമില്ല തങ്ങളെ. അതായത് മുസ്ലിം സമുദായം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അത് വലിയ പർവ്വതീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ശൈലി പണിക്കർ പലപ്പോഴും പറയാറുള്ള ആ ഒരു ശൈലി അദ്ദേഹം പറഞ്ഞു എന്നുള്ളൂ. മനസ്സിലായി. സ്കൂൾ സമയമാറ്റത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിപ്പോഴും വന്നിട്ടുണ്ട് പ്രമേയ രൂപേണ. അതെ, ഞങ്ങളുടെ സമയം, സ്കൂളിന്റെ സമയം മാറ്റുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായക്കേടുണ്ട്, ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ഞങ്ങൾ പറഞ്ഞു. ഇത് ജനാധിപത്യ രാജ്യമല്ലേ മഞ്ജുഷേ? അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. മുസ്ലിം സമുദായം ഒന്ന് ചോദിക്കുമ്പോഴേക്കും അതിനെ വർഗീയമായി കാണുന്ന ഈ ഒരു പുതിയ ശൈലി, അത് മുസ്ലിം സമുദായം ചോദിച്ചാൽ മാത്രം. മലപ്പുറത്തിന്റെ ജില്ലയെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ അതോടൊപ്പം പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നില്ല. പെട്ടെന്ന് വർഗീയമായി കാണുന്നത് നമ്മുടെ നാട് എവിടുക്കാ പോകുന്നത്? എന്തുമാത്രം അപകടകരമായ തലത്തിലേക്കാ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴുള്ള ഒരു ഇത്. പെരുന്നാളിന് മാസപ്പിറവി ഒരു ദിവസം മാറിയാൽ ആ ദിവസം കൂടി അവധി നൽകണമെന്ന് പറയുന്നതും അതല്ല എല്ലാ പെരുന്നാളിനും 3 ദിവസം അവധി നൽകണമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ശ്രീ മുസ്തഫ മുണ്ടുപാറ എന്നിനി മനസ്സിലാക്കും. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല.
അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. താങ്കൾ തന്നെ പറഞ്ഞു മുസ്ലിം സമുദായം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉടനെ അതിനെ പണിക്കർ എതിർക്കുന്നു, അത് പണിക്കരുടെ പതിവാണ് എന്ന് പറയുന്നു. എന്തായി പറയുന്നത്? അങ്കിൾ ചൂടാവാതെ, ചേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം വെള്ളിയാഴ്ച ദിവസത്തെ വിദ്യാഭ്യാസത്തിനും പരീക്ഷയ്ക്കും അതിന്റെ സമയം ജുമാ നിസ്കാരത്തിന് തടസ്സമാകാതെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനവും എക്സാമും നടത്തുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്, അതിനനുസരിച്ചാണ് പോകേണ്ടത്. അവിടെ മതം ഒരു പരിഗണനയാവരുത്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സെക്കുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. മുസ്തഫ മുണ്ടുപാകയുടെ ന്യായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം ഒരു കാര്യം പറഞ്ഞാൽ അത് വർഗീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല, അത് അന്യായമാണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വെറുതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം, ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ മഹാവിഷ്ണുവിന്റെ അമ്പലത്തിൽ പോകുന്നത് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ തൊഴുതതിന് ശേഷം ഒരു 10:30 കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക്, ഹിന്ദുക്കൾക്ക് തിരുവനന്തപുരത്തുള്ള സ്കൂളുകളിൽ വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? നടന്നു തന്നെ. വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട തന്നെ. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ഇവിടെ ഭീമാപ്പള്ളി ഉറൂസ് ഉണ്ട്, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുണ്ട്, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവധി കൊടുക്കും. പക്ഷെ എന്ന് കരുതി എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം തന്നെ പുനഃക്രമീകരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പം പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അന്യായമായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കും. അതേപോലെ തന്നെയാണ് ഖാദർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വിദ്യാലയങ്ങളുടെ സമയക്രമം മാറ്റുക. അപ്പോൾ നിങ്ങൾ പറയുന്നു അതല്ല, മദ്രസയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കും. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ. പൊതുവേദികളിൽ പെൺകുട്ടികൾ ആദരിക്കപ്പെടുക, പൊതുവേദികളിൽ പെൺകുട്ടികൾ വരിക എന്നതിനെ സമസ്തയുടെ നേതാക്കന്മാർ എതിർക്കുന്നുണ്ട്. അത് അന്യായമായിട്ടുള്ള ഒരു ജെൻഡർ ഇംബാലൻസ് സൃഷ്ടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എതിർക്കും. സ്കൂളുകളിൽ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് നല്ലതാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വേണ്ട എന്ന് നിങ്ങൾ പറയുമ്പോൾ, ആണും പെണ്ണും തമ്മിൽ ഇടകടലാൻ പാടില്ല എന്ന് നിങ്ങളൊരു യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്ത പറയുമ്പോൾ അതിനെ ഞാൻ എതിർക്കും. എനിക്കൊരു തണ്ടിനും പേടിയില്ല. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുന്നതിനെ നിങ്ങൾ എതിർക്കുന്ന സമയത്ത് അത് ശരിയല്ല, കാരണം അത് ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ PSC നിയമനമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ എതിർക്കും. കാണരുത്. ഒരു സെക്കൻഡ്, എന്തോ ദേവസ്വം ബോർഡ് ആരാ സാർ നിയമിക്കുന്നത്? സർക്കാരല്ലേ നിയമിക്കുന്നത്? ദേവസ്വം ബോർഡ് ആരാ നിയമിക്കുന്നത് താങ്കൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല, ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ താങ്കൾ വിചാരിച്ചിരിക്കുന്ന ആരാ? ഇവിടുത്തെ NSS ആണ് ആൾക്കാരെ വെക്കുന്നതെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. നിയമസഭയിലുള്ള ഹിന്ദു MLA-മാരാണ് തീരുമാനിക്കുന്നത് അല്ലേ? സർക്കാരിന്റെ PSCക്ക് വിടുവോ? സർക്കാരിന്റെ പ്രതിനിധികളല്ലേ? PSCക്ക് വിടട്ടെ, PSCക്ക് വിട്ടോട്ടെ. പക്ഷെ അതിനെ ഈ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടാണെങ്കിൽ PSCക്ക് വിട്ടോന്നേ, എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ പൊന്നു കൊച്ചു താഴ്ത്തച്ചോ, വറീദിനെ കുറിച്ച് എന്തിനാ ഇത്ര വലിയ വേവലാതി? ബോർഡിന്റെ PSCക്ക് വിടുന്നതിൽ മാത്രമാ പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ദേവസ്വം ബോർഡിലെ നിയമനം PSCക്ക് വിടാൻ പാസ്സായിക്കൂടാ? നിങ്ങൾ എന്തുകൊണ്ടായി? തന്ത്രിമാരായിട്ട് ചില വിഷയങ്ങളിൽ മലയാളി ബ്രാഹ്മണർ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാറ്റഗറി വെച്ചിരിക്കുന്നത് ഞാനാണോ, ഏതെങ്കിലും ഹിന്ദു സംഘടനയാണോ, ഈ നാട്ടിലെ കോടതിയാണോ? ശ്രീ മുസ്തഫ മുണ്ടുപാറ പറയൂ. ഇത് കോടതി പറയുന്ന കാര്യമല്ല നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം സാറിന് മനസ്സിലായോ? മെസ്സി, റൊണാൾഡോ പോലുള്ള ഫുട്ബോൾ താരങ്ങളെ ഐഡലൈസ് ചെയ്യരുത് എന്ന് പോലും നിങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരോട് പറയുന്ന രീതിയിലത്തേക്ക് ഉള്ള മോശമായ ഉപദേശങ്ങൾ നൽകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ അധപ്പതിച്ചാൽ, അയ്യോ അത് ന്യൂനപക്ഷ സമുദായമാണ്, അത് മുസ്ലിങ്ങളാണ് എന്ന് കരുതി നിങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റില്ല. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ കുഴപ്പമായി തോന്നുന്നത്. സൂംബ ഡാൻസ് എവിടെയാണ് ശ്രീ മുസ്തഫ മുണ്ടുപാറ നിങ്ങൾ എതിർത്തത്? സർക്കാർ വിദ്യാലയങ്ങളിൽ വരുന്നത് നിങ്ങൾ എതിർത്തില്ലേ? അതല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നടത്തില്ല എന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. സൂംബ ഡാൻസ് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയാണ്. വിദ്യാഭ്യാസത്തിനെ പൂർണ്ണമായും സെക്കുലറായി കാണുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും നിങ്ങൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും. നമ്മൾ എല്ലാ കാര്യത്തിലും പറയുന്നതാണല്ലോ നമ്പർ 1 പ്രബുദ്ധ കേരളം എന്നൊക്കെ. 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്നുള്ളതാണ്. മനോഹരം, ഗംഭീരം. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? അവരുടെ വർഗീയമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ അതിനെ എതിർക്കുന്നു. അതേതായാലും നന്നായി, കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയിരിക്കുന്നത്? മൗദൂദി ഇത് സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്താണ്? ആ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും. പിന്നെ എന്ത് ജമാഅത്തെ ഇസ്ലാമിയാണത്? എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഇവിടെയും പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്ട്രൈവ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ തന്നെയാണ്. മലയാളത്തിലുള്ള ഭരണഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ കിടപ്പില്ലേ? എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? അവരെ ശരിയ നിയമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുന്നുണ്ടോ?
പദപരമായിട്ടുള്ള കോടതികളിൽ പദപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് എന്ന് പറയുന്നു. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. മറ്റൊരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രമാണ് ഇന്ത്യയിലെ ജുഡീഷ്യറിയെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പറയുന്നത്. അതൊക്കെ എന്ത് തരത്തിലുള്ള ആശയമാണ്? ഇവൻ എന്താ ഇങ്ങനെ ആയി പോയത്? കാഞ്ഞിരക്കായി പിഴിഞ്ഞ തേൻ കിട്ടൂ, അവൻ അച്ഛന്റെ മോൻ തന്നെ.